ലക്ഷങ്ങൾ ലാഭം കിട്ടുന്ന ഒരു ഹോസ്പിറ്റലിൽ നമുക്ക് നഴ്സുമാർ ചോദിക്കുമ്പോൾ മാത്രം 1 രൂപ കൂട്ടിത്തരാനോ അതല്ലാണ്ട് ഒരു ആനുകൂല്യങ്ങളും അലവൻസുകളും ബോണസുകളും എല്ലാം നമ്മുടെ കട്ട് ചെയ്ത് കളഞ്ഞേക്കാണ്. നമ്മളും ദൈനംദിന ജീവിതത്തിൽ നമുക്ക് പല ആവശ്യങ്ങളും ഉണ്ട്. നമ്മുടെ മക്കളെ പഠിപ്പിക്കണം, മാന്യമായിട്ട് നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ നിൽക്കണം. ജോലി ചെയ്തു കഴിഞ്ഞാൽ കറക്റ്റ് സമയത്ത് ഇറങ്ങിപ്പോകാൻ പോലും ചിലപ്പോൾ നമുക്ക് പറ്റാറില്ല. കാരണം എന്താ വെച്ചാൽ ഓവർ ടൈം മിക്കവാറും നമുക്ക് ഹാൻഡ് ഓവറിങ് ടൈം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എക്സ്ട്രാ വരുന്നു, വർക്ക് ലോഡ് എക്സ്ട്രാ വരുന്നു. ഡ്യൂട്ടി കഴിഞ്ഞ് പോകേണ്ട സമയത്ത് 1 മണിക്കൂർ വരെ എക്സ്ട്രാ നിന്നിട്ടൊക്കെ ചിലപ്പോൾ പോകുന്ന ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. പക്ഷെ അതിനൊന്നും ഒരു ഓവർ ടൈം അലവൻസ് നമുക്ക് കിട്ടുന്നില്ല. അതുപോലെ തന്നെ നൈറ്റ് ഷിഫ്റ്റുകൾ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് നൈറ്റ് ചെയ്യാവുന്ന ഒരു സമ്പ്രദായം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വന്നതായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് ഒരുമിച്ച് 7 നൈറ്റ്. ഇപ്പം നമുക്കറിയാം പുറം രാജ്യങ്ങളിലൊക്കെ നമുക്ക് 3 ദിവസം നൈറ്റ് ചെയ്താൽ പിന്നെ നമുക്ക് റെസ്റ്റ് ഉണ്ട്. ഇവിടെ നമുക്ക് റെസ്റ്റ് ഇല്ല, ഓഫില്ല, ലീവില്ല, അലവൻസുകളില്ല. നമ്മളിങ്ങനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാണ്. എന്തുമാത്രം നമ്മൾ സഫർ ചെയ്യുന്നു അത് എക്സ്ട്രാ പേഷ്യൻസ് വന്നാൽ പോലും നമുക്ക് എക്സ്ട്രാ സ്റ്റാഫിന് ഇട്ട് തരുന്നില്ല. നമ്മൾ ആ അനുപാതം നേഴ്സ് റേഷ്യോ, അതായത് പേഷ്യൻ്റ് നേഴ്സ് റേഷ്യോ ഒരു സ്ഥലത്ത് നിന്ന് ചെയ്യും. അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിന് UNA എന്ന പ്രസ്ഥാനം എപ്പോഴും കൂടെ ഉണ്ടാവും എന്നുള്ള വിശ്വാസമുണ്ട്. ഞങ്ങൾ UNA പറയുന്നത് വരെ, അതായത് നമുക്ക് അവകാശം എപ്പോൾ കിട്ടണോ ഏത് നിമിഷം കിട്ടണമോ നമ്മളിവിടെ മരിച്ചു വീണാൽ പോലും നമ്മളതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കും. അന്ത്യം വരെ നമ്മളെല്ലാവരും ഒരുമിച്ചുണ്ടാകും എന്നാണ് ഞാൻ പറയുന്നത്.